നമസ്കാരം. അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സഫലീകരിക്കാനായി ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഒരുമിച്ച് കോണ്ടന്റ് ഇടാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു, തുടങ്ങുന്നു. ബഹുമാനം. സോ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോ ദേവയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ച് ആലോചിക്കാൻ നേരം എനിക്കും ഈ പറഞ്ഞ ഞാൻ അധികം സംസാരിക്കാത്ത ഒരാളായിട്ട് കുറേ സംസാരിച്ച് പോയതുകൊണ്ട് ദേവ പറഞ്ഞ് നമുക്ക് ഒന്നോട്ട് എടുക്കാതെ. ദേവ പറയുന്നതിനെ മാനിക്കണം, ബഹുമാനിക്കണം. പലതവണ എനിക്ക് ഞാൻ അബദ്ധത്തിൽ ചെന്ന് പെട്ടത് ദേവ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടാണ്. ദേവ പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോ പുതിയതായിട്ട് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഹായ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നെ ഓൾറെഡി അറിയാവുന്നവരും നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരും യൂട്യൂബിൽ എൻ്റെ കോണ്ടൻറ്റ് കാണുന്നവർക്കും അറിയാം ഞാൻ എന്താണെന്നും ഞാൻ ആരാണെന്നും. അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ദേവനന്ദ രാജേഷ്, ആദിത്യ രാജേഷ് സിബ്ലിങ്സ് അല്ല. ദേവനന്ദ രാജേഷ് മേനോൻ, ആദിത്യ രാജേഷ് നായർ. നമ്മൾ രണ്ടുപേരും രണ്ട് ഫാമിലിയാണ്. പക്ഷേ നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടിപ്പം 2 വർഷമായി, അല്ല 1.5 വർഷമായി. 2 വർഷം ആവുന്നു. 1.9 പ്രപ്പോസ് ഒന്നും അങ്ങനെ ഒരു ഫോർമൽ പ്രപ്പോസൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഐ ലവ് യു ഞാൻ അച്ഛനോട് പറയാറുണ്ട്. ഐ ലവ് യു അച്ഛ, ഐ ലവ് യു അമ്മ, ഐ ലവ് യു. ഞാൻ അതുവരെ കേട്ടിട്ടില്ല. അവർ അച്ഛനും അമ്മയും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറയുക, എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു പോണ സമയത്ത് എനിക്ക് ബാഗൊക്കെ വാങ്ങിച്ചുകൊണ്ടെന്ന് ബാഗൊക്കെ കൊണ്ടു തന്ന് എന്നെ എയർപോർട്ടിലേക്കൊക്കെ കയറ്റി വിട്ട് ആള് കരഞ്ഞൊന്നുമല്ല, മറ്റേ ഷെയ്ഡ്സ് എടുത്തിട്ടില്ലായിരുന്നു, വെയിലടിച്ചതോ. അതെ, ആള് നല്ല കരച്ചിലും അതൊക്കെയാണ്. അപ്പം മനസ്സിലായി ഞാൻ വീഴ്ത്തി. എന്തായാലും മണ്ടി കിട്ടി. കുറച്ചുപേരുള്ള ഫാമിലിയിലോട്ട് ഇപ്പം നമുക്ക് പുതിയൊരാളെയും കൂടി കിട്ടി. വി ആർ എക്സ്ട്രീംലി ഹാപ്പി. ആദ്യക്ക് ഗിഫ്റ്റ് ഒന്നും നമ്മൾ കൊണ്ടുവന്നില്ല, കാരണം കിട്ടാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റാണ് ദേവ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. 2 വർഷം ആകുന്നു. യെസ്. അപ്പോൾ ഇനിയുള്ള സ്ക്രീൻ സ്പേസ് ഞാൻ ദേവനന്ദയ്ക്ക് കൊടുക്കുകയാണ്. ദേവനന്ദയെ പറ്റിയും ദേവനന്ദയുടെ കാര്യങ്ങളെ പറ്റിയും സംസാരിക്കട്ടെ. നമ്മൾക്ക് കാതോർത്തിരിക്കാം. കമോൺ. അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചാൽ പറഞ്ഞോളൂ. എന്തൊക്കെയാണ് ഈ പറയുന്ന കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെയുള്ള നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനോട് ദേവനന്ദയെ പറ്റി പറയാനുള്ളത്? മ്യൂസിക് ആണ് എൻ്റെ പാഷൻ. പഠിപ്പിനോടൊപ്പം തന്നെ മ്യൂസിക്കും കൊണ്ടുപോകണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ ചെസ് പ്ലെയർ ആണ്. 2017 നാഷണൽ ചെസ് കോമ്പറ്റീഷനൊക്കെ പോയിരുന്നു. ഞാൻ ആദിത്യ രാജേഷ് നായർ. എന്താണ് ഞാൻ പറയേണ്ടത്? വയസ്സൊന്നും പറയണ്ടല്ലോ അല്ലേ? വയസ്സ് പറയണ്ട. ഈ വയസ്സൊന്നും പറയണ്ടല്ലോ എന്ന് പറയും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ദേവ പറയും എൻ്റെ 21ാമത്തെ ഞാൻ പിഞ്ചു കുഞ്ഞായിരുന്നപ്പോഴായിരുന്നു എൻ്റെ എൻഗേജ്മെന്റ് എന്ന്. സോ വയസ്സ് പ്ലീസ്. ഞാൻ പിഞ്ചു കുഞ്ഞായിരുന്നപ്പോഴായിരുന്നു എൻഗേജ്മെന്റ്. ഞാൻ ഇപ്പോഴും പിഞ്ചു കുഞ്ഞാണ്. ഞാൻ ജനിച്ചത് ഒക്കെ നാട്ടിലാണ്. ജനിച്ചത് നാട്ടിലാണ്. ഞാൻ വളർന്നത് ദുബായിലാണ്. എൻ്റെ ഫാമിലി ഫുൾ ഇവിടെ ദുബായ് സെറ്റിൽഡ് ആണ്. ഐ ഹാവ് എ ബ്രദർ ആൻഡ് എ സിസ്റ്റർ. രണ്ടുപേരും താഴെയുള്ളവർ. താഴെയുള്ളവരെന്ന് പറഞ്ഞാൽ വീടിൻ്റെ താഴെയല്ല, യങ്ങർ. ഫലിതപ്രിയന. സ്കൂളിംഗ് ഒക്കെ ദുബായിൽ തന്നെയായിരുന്നു. ആൻഡ് ബാച്ചിലേഴ്സ് ഞാൻ നാട്ടിൽ പോയി. ഞാൻ രാജഗിരിയിലാണ് പഠിച്ചത്. മാസ്റ്റേഴ്സ്
ഞാൻ UK യിലാണ് ചെയ്തത്, യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിലായിരുന്നു. ആൻഡ് മാസ്റ്റേഴ്സിന് പോണതിന് മുമ്പാണ്, ഞാൻ പിഞ്ചു കുഞ്ഞായിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 months ആയിട്ടുള്ളൂ. ഞാൻ ദുബായിക്ക് തിരിച്ചു വന്നിട്ട് 3 months ആയിട്ടുള്ളൂ. അപ്പോൾ തൊട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഇവിടെ തന്നെ, ദുബായിൽ തന്നെ. ദുബായിൽ ഇപ്പോൾ എന്താ വർക്ക് ചെയ്യാണോ? ദുബായിൽ ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ തന്നെ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ഏത് കമ്പനി? പിന്നെ ബൈ എന്താ പ്രൊഫഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഐ എം എ സിംഗർ. ഞാൻ കുഞ്ഞിലെ തൊട്ടേ സ്റ്റേജ് ഷോസും കോൺസേർട്സും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ടില്ല. ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിലും സീ തമിഴ് സരിഗമപ്പയിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് നാൾ നിർത്തി. അതും കഴിഞ്ഞ് കുറച്ച് നാൾ ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും അതിലേക്ക് കടക്കാമെന്ന് വെച്ചു. പിന്നെ വീണ്ടും ഞാൻ ഗ്യാപ്പ് ഇട്ടു, വന്നു പോകുന്നു വരുന്നു ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. ദേവനന്ദ ആക്ച്വലി ഈ പറയുന്ന കോൺസേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ മറ്റേ പാട്ട് പാടുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും അസാധ്യ സിംഗറാണ്. ഈ പറയുന്ന മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഒട്ടുമിക്ക എല്ലാ നല്ല പാട്ടുകാരും ദേവനന്ദയെ പറ്റി പ്രശംസിച്ച കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ രീതിയിൽ. അപ്പം ഞാനും ആക്ച്വലി ദേവനന്ദയുടെ ഒരു കട്ട ഫാൻ എന്നൊക്കെ പറയത്തില്ലേ, അതായിരുന്നു. അങ്ങനെയാണ് ഞാൻ ദേവനന്ദയെ കാണുന്നതും പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും ദേവനന്ദയെ എൻഗേജ്മെൻറ്റ് ചെയ്യുന്നതും എൻ്റെ പാർട്ട്ണറാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതും ഒക്കെ എൻ്റെ ഒരു ഫാക്ടർ ഈ കഴിവ് കണ്ട് വീണതും കൂടെയാണ്. ഇപ്പം ഇതെൻ്റെ കാണുന്ന എൻ്റെ അമ്മ ഒക്കെ പറയും നിനക്ക് ഇച്ചിരി ഇളക്കം കൂടുതലാണ്. ആക്ച്വലി ഞാൻ ഇങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എല്ലാ വീഡിയോയിലും ഞാൻ ഇങ്ങനെ തന്നെയാണ്. അതിപ്പം പ്രായഭേദമന്യേനെ ആൺ പെൺ അന്യേനെ ഞാനിങ്ങനെയാണ്, എല്ലാവരോടും ഒരേപോലെ. ദേവനന്ദയെ പറ്റി ഇത്രയും പറഞ്ഞു. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ നാട്ടിൽ തന്നെയാണ്. മാവേലിക്കര, ആലപ്പുഴ ജനിച്ചു, വളർന്നത് ട്രിവാൻഡ്രം. അത് കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സ് ചെയ്യാൻ അമൃത യൂണിവേഴ്സിറ്റി പോയി കോയമ്പത്തൂർ. അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി പോയി ബാംഗ്ലൂർ. അത് കഴിഞ്ഞിട്ട് ആക്സിസ് ബാങ്കിൽ NRI സർവീസ് റിലേഷൻഷിപ്പ് മാനേജറായിട്ട്. ഒരു വിഷമമില്ല, NRI സർവീസ് റിലേഷൻഷിപ്പ് മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തപ്പം ഞാൻ പിറ്റേ ദിവസം രാജിവെച്ചു. അതൊരു ഡെയറിങ് ഡിസിഷൻ ആയിരുന്നു. കാര്യം ഇത്രയും നല്ലൊരു ജോലി എല്ലാവരും ചോദിച്ചു, ഈ പറയുന്ന പോലെ ദേവടക്കം ചോദിച്ചു. അല്ല, ദേവ ചോദിച്ചില്ല. ദേവ ആക്ച്വലി ഈ പറയുന്ന എന്ത് വേണമെങ്കിലും ചെയ്തോ, കുഴപ്പമില്ല, എന്ത് ചെയ്താലും ആദ്യം അതിൻ്റേതായ മെനക്ക് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ ദേവ എന്നെ പാർട്ട്ണറാക്കിയത്, അല്ലെങ്കിൽ ആക്കില്ലല്ലോ. യെസ്. അപ്പോൾ ദേവയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ റിസൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പാരലലി എനിക്കൊരു ബിസിനസ് ഉണ്ട്, അഡ്മിഷൻ കൺസൾട്ടൻസി പോലെയുണ്ട്. ഇന്ത്യയിലും പുറത്തുമൊക്കെ എവിടെ വേണമെങ്കിലും ഏത് കോഴ്സ് വേണമെങ്കിലും ഈ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എടുത്തു തരുന്നതാണ്. സോ പഠിക്കാത്ത കുട്ടികളാണെങ്കിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല, നമുക്ക് പരിഹാരമുണ്ട്. ഏത് കോളേജിലും ഏത് കോഴ്സും നമുക്ക് ചെയ്യാം. പ്രൊപ്പറേറ്റർ ആദിത്യ, പ്രൊമോഷൻ യെസ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞ് ദുബായ് വന്നു. ദുബായിൽ ഇപ്പം ഫ്രഷ് നൗ എന്ന് പറഞ്ഞ കമ്പനിയിൽ ദുബായിലെ ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് നമ്മളുടേത്. വെൻഡിങ് മെഷീൻ കമ്പനിയാണ്. ഓറഞ്ച് ജ്യൂസ് ആണ് മെയിൻ പ്രൊഡക്റ്റ്. വേറെ പല പ്രൊഡക്ട്സും വരുന്നുണ്ട്. നമ്മൾ പ്രൈം ലൊക്കേഷനുകളിലെല്ലാം ഉണ്ട്. അവിടുത്തെ കമ്മ്യൂണിറ്റി മാനേജറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. 1 വർഷം കഴിഞ്ഞു. എൻ്റെ ആദ്യത്തെ ജോലിയാണ്. 2ാമത്തെ ഇൻ്റർവ്യൂ. ഫസ്റ്റ് ഇൻ്റർവ്യൂവും കിട്ടി, സെക്കൻഡ് ഇൻ്റർവ്യൂവും കിട്ടി. അപ്പോൾ ചൂസ് ചെയ്തത് ഇതാണ്. കുറച്ചുകൂടെ നല്ല എനിക്ക് ചലഞ്ചിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ പ്രൊഫഷൻ അല്ലെങ്കിൽ പൊസിഷൻ അതായതുകൊണ്ടായിരുന്നു ഞാനത് ചൂസ് ചെയ്തത്. ഇപ്പം നന്നായിട്ട് പോകുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു കരിയർ പാത്ത് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഹോബീസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ദേവ പോലെ പാട്ട് പാടത്തില്ല, പക്ഷേ ദേവ പാടുന്ന പാട്ട് കേട്ടിങ്ങനെ ആസ്വദിക്കും. യു ആക്ച്വലി ഹാവ് എ ഹോബി. വാട്ട്? പാട്ട് കേൾക്കുക. ആക്ച്വലി ഞാൻ പാട്ട് ഭയങ്കരമായിട്ട് കേൾക്കും. ഞാൻ പാട്ടിൻ്റെ ഇന്നർ മീനിങ് ഈ പറയുന്ന മലയാള സിനിമയിലെ ഒട്ടുമിക്ക പാട്ടുകളും ആദ്യം അറിയാവുന്ന പാട്ടുകളാണ്. അതിനടുത്ത് നമ്മളിപ്പോൾ ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ അത് ആദ്യം മ്യൂസിക്കായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു പാട്ട് കണ്ടുപിടിച്ച് അത് പറഞ്ഞു തരും. എനിക്ക് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഞാൻ കൂടുതലും ലിറിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. മീനിങ്, ആ പാട്ടിൻ്റെ ഉള്ളിലെ ഒരു ഹിഡൻ മീനിങ് എന്താണെന്ന് ഇങ്ങനെ
മുറിച്ച് കീറി നോക്കി പഠിക്കുന്ന ഒരാളാണ്. അത് കിട്ടിയത് എൻ്റെ അച്ഛനിൽ നിന്നാണ്. അച്ഛനും ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. പിന്നെ അങ്ങനെ ദേവയെ കാണുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മളൊരു യൂട്യൂബ് പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ നമ്മളോട് നമുക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു, വേണ്ട മോനെ, ഈ പറയുന്ന ഓൾറെഡി ഉള്ള ചാനലിൽ പോയാൽ മതി, അവിടെ ഉള്ളവർ സപ്പോർട്ട് ChatGPT ഓൾറെഡി ഉള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ആദ്യം കാണുന്നവരും റീഡയറക്റ്റ് ചെയ്ത് യൂട്യൂബിലോട്ട് വരട്ടെ. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത്, എനിക്കിതിങ്ങനെ പറയുന്ന ഇഷ്ടമല്ല, ഒരു തവണ ഞാൻ പറയുള്ളൂ, നിങ്ങൾ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. ഞാൻ വളരുന്നത് നിങ്ങൾ വളരുന്നത് പോലെ തന്നെയാണല്ലോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് വേയിൽ പോവാം. നിങ്ങളെയൊക്കെ കാണണം, ഈ പറയുന്ന പോലെ സന്തോഷമായിട്ടിരിക്കണം. നമുക്ക് സന്തോഷം വേണം, കാണുന്ന നിങ്ങൾക്കും സന്തോഷം വേണം. അപ്പം ഇതിനകത്ത് എന്തൊക്കെ കോണ്ടന്റ് ആയിരിക്കും ദൈവം നമ്മൾ മെയിനായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ബേസിക്കലി ലൈഫ്, ലൈഫ്, ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ. ആൻഡ് ആദി ഈസ് എ ഫുഡി. ഇതിന് എടുക്കൽ ടാസ്ക്കാണ്. ഞാൻ ഇറ്റിറ്റ് വീണ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ, കിടിലം. അയ്യോ, അല്ലല്ല, മട്ടൻ്റെ ഗ്രേവി, ആ ഗ്രേവിയും ചോറും കൂടെ മാത്രമേ കഴിക്കുക. സൈഡിൽ ഉള്ളിയും വേറെ എന്തോ ചമ്മന്തിയൊക്കെ ഉണ്ട്, അത് കഴിക്കുന്നില്ല. ഇടൂ, ലൈക്ക് പ്രോപ്പർ ഫുഡി. ഒരു ഗ്രേവിയൊക്കെ നമുക്ക് ഒഴിച്ച് തരും കേട്ടോ. ആഹാ. അപ്പോൾ പല നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ കോണ്ടൻറ്റ്സ്, പിന്നെ നമ്മുടെ ലൈഫ്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഷോപ്പിംഗ്. ദൈവം ഈ പറയുന്ന ഫുഡ് എന്ന് പറയുന്നത് ദൈവം സഹായിച്ച് എല്ലാം ഇഷ്ടപ്പെട്ട ഭക്ഷണവും കാണുന്ന നിങ്ങൾക്കും പറയുന്നത് ഞങ്ങൾക്കും കഴിക്കാൻ പറ്റട്ടെ. അതാണ് ഏറ്റവും, നമ്മളെല്ലാം എന്തും ചെയ്യുന്നത് ഈ പറയുന്ന എൻഡ് ഓഫ് ദ ഡേ നല്ല ഫുഡ് കഴിക്കുക, നല്ല സുഖമായിട്ടിരിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണല്ലോ. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളും പറയുന്ന ഞങ്ങളും അങ്ങനെ ഇരിക്കട്ടെ, ടച്ച് വുഡ്. അപ്പോൾ എന്തായാലും പുതിയ കുറേ കോണ്ടൻറ്റ്സ് കാണും, ചാലഞ്ചസ് കാണും. ഈ കാണുന്ന നിങ്ങളെ ഞങ്ങൾ നമ്മളുടെ പേജിൽ, നമ്മളുടെ അടുത്തോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ എടുക്കും. അങ്ങനെ പല കോൺസെപ്റ്റ്സ് നമ്മളുടെ ഇതിലുണ്ട്. നമ്മളൊരു പക്കാ സ്ട്രാറ്റജി വൈസാണ് നമ്മളിനി മുന്നോട്ട് പോകാനും പ്ലാൻ. ഈ പറയുന്ന ഉഴപ്പൻ രീതിയായിരുന്നു എനിക്ക്. ഉഴപ്പൻ രീതിയിൽ പോയിട്ടാണ് എനിക്ക് ഈ 7,000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. അതിൽ നിന്ന് 10,000 നിന്ന് 1 ലക്ഷവും സിൽവർ ബട്ടണും ഗോൾഡ് ബട്ടണും ഈ പറയുന്ന ഇതുവരെ യൂട്യൂബ് കണ്ടുപിടിക്കാത്ത ഒരു ബട്ടൺ നമുക്ക് തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ആക്രാന്തം തീരെയില്ല. ആക്രാന്ത് നഹി ഹുവ. എനിക്ക് ഹിന്ദി അറിയത്തില്ല കേട്ടോ, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷും മലയാളവും മാത്രം, തമിഴും അറിയാം, പിന്നെ കന്നഡ മറ്റേ അപ്പോൾ എന്തായാലും ബൈ ദ വേ, ദിസ് ഈസ് മൈ റൂം. ഇത് ദേവയുടെ റൂമാണ്. ഇത് ദേവയുടെ വീടാണ്. ഇത് മിർദിഫിലാണ്. ഞാൻ താമസിക്കുന്നത് വാസലിലാണ്, കിസൈസിലാണ്. എൻ്റെ ഓഫീസിൽ നിന്നൊരു 5 മിനിറ്റ് ട്രാവലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരു നന്ദി, നമസ്കാരം. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും ഉടനെ തന്നെ പുതിയ കാര്യങ്ങളായിട്ട്. അപ്പോൾ ദേവ, വെൽക്കം ടു ആദിത്യ രാജേഷ് ശ്രീലകത്തിൻ്റെ റീബ്രാൻഡ് ചെയ്ത പേജിലേക്ക് സ്വാഗതം. താങ്ക് യു. എൻ്റെ പേജിലേക്ക് വരുന്ന ഒരു സ്ത്രീ, അമ്മ അനിയത്തിക്ക് ശേഷം. അപ്പോൾ എന്തായാലും കാണാം. ബൈ, ടേക്ക് കെയർ. നമ്മളുടെ ഔട്ട്രോ മറ്റേത് തന്നെ ആയിരിക്കും കേട്ടോ. ഏത് ദയ വരുന്നു ഒക്കെ നടക്കുന്നേ. എന്റെ സ്വപ്നവും തന്റെ സ്വപ്നം ഒക്കെ നടക്കും.